ഇനി നമ്മൾ 20ാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. സോ 20th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് നമുക്ക് ഡിറ്റർമിനൻസ് ആൻഡ് മെട്രിസസ് എന്ന ചാപ്റ്ററിലെ സൊല്യൂഷൻ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആയിട്ട് ഉൾപ്പെടുത്താം. അതേപോലെ 3 ഡൈമെൻഷണൽ ജോമെട്രിയുടെ കേസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ പറയാവുന്നതാണ് കേട്ടോ. നോർമലി നമ്മൾ ഡിറ്റർമിനൻസിനകത്താണ് എന്ത് ചെയ്യുന്നത്, ഇത് പറയുന്നത്, കാരണം ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതാണ് കണ്ടുപിടിക്കുന്നത്. വെരി സിമ്പിൾ ചോദ്യം. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. സോ ഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിൻഡ് വാല്യൂ 0 ആണ്. D1 D2 D3 എല്ലാം 0 ആണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. സോ നമുക്ക് കോഎഫിഷ്യന്റ് മെട്രിക്സ് D 0 ആണല്ലോ. സോ D അത് നമുക്ക് എന്ത് വരും, 2 -1 1, then എന്ത് വരും 5 ലാംഡ 3, then 100 -47 mu. ഓക്കെ, ദിസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്യണേ. സോൾവ് ചെയ്താൽ 2 ലാംഡ മ്യൂ പ്ലസ് 141 പ്ലസ് 5 mu minus 300 minus 235 minus 100 lambda equal to 0. So ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് D1 D2 D3 ഏത് വേണമെങ്കിലും 0, ഞാൻ D3 എടുക്കുന്നു. ഡെൽറ്റ 3 ഇത് വേണമെങ്കിലും എടുക്കാം. സോ D3 എടുത്തു കഴിഞ്ഞാൽ അത് 0 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും, 2 - 1 4 5 ലാംഡ 12 212. ഓക്കെ, ദിസ് ഈക്വൽ ടു 0. സോ ഇത് സോൾവ് ചെയ്യുന്ന നമുക്ക് 6 ലാംഡ ഈക്വൽ ടു -12 ലാംഡ ഈക്വൽ ടു -2 എന്ന് കിട്ടും. ഈ ലാംഡയുടെ വാല്യൂ നമ്മൾ എടുത്ത് എവിടെ കൊടുക്കും, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ അത് കൊടുക്കും. സോ പുട്ട് ഇൻ ഇക്വേഷൻ 1 കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് 2 × -2 mu plus 141 plus 5 mu minus 300 minus 235 plus 200 equal to 0 വരും. സോ ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് 53 എന്ന് കിട്ടും. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തുവാ, മ്യൂ മൈനസ് 2 ലാംഡ. സോ സോൾവ് ചെയ്യുന്ന നിങ്ങൾക്ക് 57 ആൻസർ കിട്ടും കേട്ടോ. 57 ഈസ് റൈറ്റ് ആൻസർ. 4 ആണ്, ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. റെഡി അല്ലേ?